ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ചോക്ലേറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ആകെ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണേ. അപ്പോൾ കുറേ നാളായി ഇരിക്കണം ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചോക്ലേറ്റ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചട്ടിയിൽ കുറച്ച് നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് എന്നിട്ട് ചോക്ലേറ്റ് എടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞിട്ട് നമ്മളത് ഒന്ന് മാറ്റി വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം എടുത്തിട്ട് നമ്മൾ ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തത്. പഴം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ഈ ഡാർക്ക് ചോക്ലേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. ചോക്ലേറ്റ് കുറേ നാളായിട്ട് ഇരിക്കണേ, കാരണം ഈ ഒറിജിനൽ ചോക്ലേറ്റിനൊക്കെ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. അല്ലെങ്കിൽ അത് എപ്പോഴേ തീർന്നേനെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായയുടെ പൊടിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ നമ്മളൊരു 4 to 6 hours ഒക്കെ വെക്കുക. അപ്പോൾ ഇന്നലെ കറണ്ട് പോയ കാരണം നമ്മൾ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. അമ്മയുടെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു. ഇതൊരു ടേസ്റ്റ് ഇല്ല ഗൈസ്, ഇതുപോലെ ചെയ്ത് നോക്കരുത് കേട്ടോ. ടേസ്റ്റ് ഇല്ലാത്ത കാരണം അമ്മ പറഞ്ഞു കഴിക്കണില്ലെങ്കിൽ അത് പട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല ഗൈസ്, അത് ഞാൻ തന്നെ തിന്നു തീർത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്